പണം ആർക്കും എന്തും ചെയ്യാം. അത് നല്ല രീതിക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ മറ്റ് അനാവശ്യമായ രീതികളിൽ ഉപയോഗിക്കാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. യൂട്യൂബിൽ നിന്നും വരുമാനം നേടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മാതൃകയും കൂടെ ആവണം. ഒരു കാറ് മേടിക്കാൻ ഇവിടെ പലരും, ഞാനടക്കമുള്ള ആളുകൾ, സാധാരണക്കാരനാൽ ആരായാലും ഒരു കാറ് മേടിക്കാൻ അങ്ങനെ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ താലോലിച്ചുകൊണ്ട് നടക്കും, ഇല്ലേ? ഒരു കാറ് മേടിക്കാമെന്ന സ്വപ്നം, അത് ഏറ്റവും വില കുറഞ്ഞ കാറാണെങ്കിലും എത്രയോ വില കൂടിയ കാറാണെങ്കിലും ഇത് തന്നെ, ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തന്നെ. പക്ഷേ 10-30 ലക്ഷം രൂപയുടെ കാറ്, അതും ഏറ്റവും ബിൽഡ് ക്വാളിറ്റിയുള്ള 5 സ്റ്റാർ റേറ്റിംഗിലുള്ള ആളുകൾ വാങ്ങാൻ കൊതിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു വാഹനം, അതിന്റെ പ്രധാനപ്പെട്ട മനുഷ്യജീവന് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്രയും സില്ലിയായിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് വാല്യൂ ഇല്ലാതാക്കി കളയുന്നത്. ആ വാഹനത്തിന്റെ എയർ ബാഗാണത്. എയർ ബാഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സേഫ്റ്റി നൽകുന്ന, ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന, എല്ലാ വാഹനങ്ങളിലും ഇല്ലാത്ത ഒരു സേഫ്റ്റി ഫീച്ചറാണത്, എയർ ബാഗ്. അതെല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവണമെന്നുമില്ല. അത് ഇത്ര സില്ലിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്, ശരിക്കും ഈ സഞ്ജുവിന് ടാറ്റ എന്ന ഈ കമ്പനിക്ക് എതിരെ എന്തെങ്കിലും പറയാനോ പ്രവർത്തിക്കാനോ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, ഇതിന് മുമ്പ് സഞ്ജു ഇതേ വാഹനമായിട്ട് ടാറ്റ കമ്പനിക്കെതിരെ സഞ്ജു ഇറങ്ങിയിട്ടുണ്ട്. ഈ വാഹനത്തിന് പല പല പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട്, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നു പോകുന്നു, അല്ലെങ്കിൽ മറ്റ് യന്ത്ര തകരാറുകൾ, മറ്റ് പ്രശ്നങ്ങൾ, ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഈ വാഹനം നടു റോഡിലും കമ്പനിയുടെ വാതക്കലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടിട്ട് സഞ്ജു കയറി ഇറങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വാഹനമാണത്. അപ്പം ഇത്ര സില്ലിയായിട്ട് കൈകാര്യം ചെയ്യും. ഈ സഞ്ജുവിന് എന്തെങ്കിലും വിരോധം ടാറ്റയോടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു വാഹനമല്ല ഒന്നതും. ഇത്രയും അധപ്പതിച്ചു പോയോ സഞ്ജുവിന്റെയൊക്കെ ഒരു മൈൻഡ്? ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ, പിന്നെ എന്താ പറയാ, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നത്. അതൊന്നും, ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളത് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണത് വാഹനം. ഒരിക്കലും നമ്മളതങ്ങനെ കാശിന്റെ ഹുങ്കാണോ എന്താണെന്നറിയില്ല, സഞ്ജു ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വാഹനം എത്രയും കഷ്ടപ്പെട്ട് മേടിച്ചതെന്ന്, ഇല്ലേ? മുമ്പ് പറഞ്ഞിട്ടില്ലേ? വീഡിയോ കാണാം. ഭയങ്കര ഹേർട്ടാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് നമ്മുടെ ടാറ്റ സഫാരി. 28 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ് ഗൈസ്. ഇപ്പൊ ഒരു കാശിനും കൊള്ളാത്ത അവസ്ഥയിലൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ വണ്ടി. അപ്പൊ ഇതിന്റെ തുടക്കം തന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇന്നലെ ഒരു സംഭവം നടന്നായിരുന്നു. എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ച് രാത്രി ഒരു 2-2:30 സമയത്തോടെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ആലപ്പിയിൽ നിന്ന് നേരെ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പം പകുതിക്ക് വെച്ചിട്ട് വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഇടിക്കണ പോലെ നിൽക്കണ പോലെ ഒരു, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു പവർ പോകത്തില്ല ഗൈസ്. അങ്ങനെ വന്നിട്ട് പിന്നെ വണ്ടിക്ക് വലിയ പുള്ളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി 40 കിലോമീറ്റർ മുകളിലോട്ട് വണ്ടി പോകണ്ടേ, എത്ര ചവിട്ടി വെച്ചിട്ട് വണ്ടി സ്പീഡ് കയറണില്ല. കാരണം ഇത് എന്താണ് സീൻ? എന്നിട്ട് വണ്ടിയുടെ അകത്താണെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ എഴുതി കാണിക്കണം, ലൈക്ക് ട്രാൻസ്മിഷൻ എറർ, അതുപോലെ തന്നെ ഇതുവരെ കാണിക്കാത്ത കുറെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഗൈസ് വണ്ടിയുടെ അകത്ത് തെളിഞ്ഞു. ഞാൻ ഓർത്ത് ഇത് എന്തുവാണ്, പുതിയ വണ്ടിയാണ് ഗൈസ്. എന്നിട്ടാണ് ഇങ്ങനത്തെ സ്കീം. GM ആണ്. അപ്പൊ വേറെ 2 ആൾക്കാരും ഉണ്ട്. അപ്പൊ കറക്റ്റ് എന്തായിരുന്നു നിങ്ങൾ ചെക്ക് ചെയ്തപ്പോ പ്രോപ്പറായിട്ട് എന്ത് മനസ്സിലായത്? വണ്ടിക്ക് എന്തായിരുന്നു കുഴപ്പം? നമ്മള് വണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് വണ്ടി നമ്മള് സാറിന്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിരുന്നു. വണ്ടി എടുത്ത് നമ്മള് വർക്ക്ഷോപ്പിലെത്തി. വണ്ടി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തൊരു ഹിറ്റ് മാർക്ക് കണ്ടു. അണ്ടർ ബോഡി എവിടെ ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഹിറ്റ് ഉണ്ടായിട്ട് അതിന്റെ ഇന്റർകൂളറിൽ നിന്ന്, മാനിഫോൾഡിൽ നിന്ന്, ഇൻലെറ്റ് മാനിഫോൾഡിൽ നിന്ന് ഇന്റർകൂളറിലേക്കുള്ള പൈപ്പ്
അതിൽ നിന്ന് ഡിറ്റാച്ച് ആയി വിട്ടുപോയി കഴിഞ്ഞാൽ സഡൻലി പിക്കപ്പ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ചെക്ക് എഞ്ചിൻ കാണിക്കുന്നുണ്ട്. അതുപോലെ ഡ്രൈവ് മോഡിലേക്ക് വരുമ്പോഴത്തേന് അതിന്റെ പെർഫോമൻസിൽ അത് ബാധിക്കും. അപ്പൊ ഈ പറയുന്ന സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഫെയിലിയർ ആകാം. അപ്പൊ നമ്മൾ ഫുൾ ആക്സിലേഷനോടെ നമ്മൾ കൊടുത്ത് ആ 2 മണി സമയത്ത് വീട്ടിലെത്താനുള്ള തത്രപ്പാടില് ഇത്രത്തോളം കഷ്ടപ്പെട്ട് മേടിച്ച ഒരു വാഹനം എന്തിനാ സഞ്ജു ഇതുപോലെ ചെയ്യുന്നത്? പണം കൂടുതൽ വന്നു ചേരുന്നതിന്റെ ആണോ? എന്നാലും ആരും ഇങ്ങനെയൊന്നും ചെയ്യുകയില്ല. കാശ് കൂടുന്നതിനനുസരിച്ച് മനുഷ്യന് അഹങ്കാരം കൂടും, ശരിയാണ്. നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യൂ. മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കൂ. ഇത് ശരിക്കും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊക്കെ കാണുന്നവർ ശരിക്കും പൊട്ടന്മാരാണ്. നിങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട് പല വീഡിയോകളിലും. ഈ വെല്ലുവിളിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അതിനകത്ത്. നിങ്ങളൊരു വ്ളോഗർ എന്ന് പറയാൻ, ഒരു വ്ളോഗറുടെ ഏതെങ്കിലും ഒരു നല്ല ഭാഗം നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ ചെയ്തെടുത്തോളം വീഡിയോ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ചാനലിനെതിരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒന്നും ഞാൻ പറയുകയല്ല. നിങ്ങൾ ആ വാഹനത്തെ നിങ്ങൾ അത്രയും തേജോവധം ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കെതിരെ ടാറ്റ കമ്പനി രംഗത്ത് വരണം. ടാറ്റ കമ്പനി, രക്തം ടാറ്റയുടെ ആ ഒരു കമ്പനി നിങ്ങൾക്കെതിരെ വരണം. നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കണം. ആ കമ്പനി ആ വാഹനത്തെ അത്രയും തേജോവധം ചെയ്തതിന് നിങ്ങൾക്ക് ശക്തമായ ആക്ഷൻ കമ്പനി എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് നഷ്ടപരിഹാരം കമ്പനി മേടിക്കണം. അവരുടെ ആ ഒരു ഒന്നുമില്ല, ടാറ്റ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണല്ലോ അത്. അതിന്റെ ആ ഒരു പ്രോഡക്റ്റിനും അതുപോലെ കമ്പനിക്കും ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ശക്തമായ ആക്ഷൻ കമ്പനി എടുക്കണം. നിങ്ങളുടെ ഇടപാട് അവർ തീർക്കണം. കാരണം അത്രയും രോഷമുണ്ട് ജനങ്ങൾക്കും എന്നെപ്പോലുള്ള സാധാരണക്കാർക്കും. ഒരു വാഹനം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതില്ലേ, എന്താ പറയാ, ഒരു വിഷമവും അല്ലെങ്കിൽ എന്താ പറയാ സ്നേഹവും എല്ലാം നമ്മൾ വാഹനത്തിന് കൊടുക്കും. നമ്മുടെയൊക്കെ വീട്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വന്തം ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതികരിക്കുന്നത്. അല്ല നിങ്ങളുടെ ചാനലിനെതിരെ, നിങ്ങളുടെ കണ്ടന്റിനെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂള് അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോ അങ്ങനെ എവിടെയെങ്കിലും സ്വകാര്യമായിട്ട് നിങ്ങൾ അത് ചെയ്താലും അത് ഈ ഒരു വാഹനം എന്നല്ല, മറ്റേതെങ്കിലും ഒരു കണ്ടെയ്നർ പോലെ ടിപ്പർ പോലെ അങ്ങനെ ഏതെങ്കിലും വാഹനം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇതൊരു കാറല്ല. നമ്മൾ പേഴ്സണൽ ആവശ്യങ്ങൾക്കും മറ്റ് ടാക്സി ആവശ്യങ്ങൾക്കും അതേപോലെ നമ്മുടെ കുടുംബപരമായ ഏതിനും നമ്മൾ കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിനത്രയും നിങ്ങൾ ഹറാസ്മെന്റ് ചെയ്തൊരു ഒരു കാറ്, ഒരു മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമോ അതുപോലെ നിങ്ങൾ കാറിന് ചെയ്തു. നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് ടാറ്റ എന്ന് പറഞ്ഞ കമ്പനി രംഗത്ത് വരണം. എനിക്ക് ഒരിക്കലും സഞ്ജുവിനോട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. സഞ്ജുവിന്റെ ഏറ്റവും ഒരുപാട് ആരാധകന്മാരുടെ കൂടുതലുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അത്ര ഇഷ്ടമാണ്. പക്ഷേ ഇത് ഒരിക്കലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് അത്ര വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്കെതിരെ RTO നടപടി എടുത്തതിനൊക്കെ പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ കുറെ കഴിയുമ്പോഴത്തേനും മാറ്റങ്ങളുണ്ടാവും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്ഷനുകളുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു വരും. ഇപ്പോഴത്തെ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലും അതിന് ശക്തമായിട്ടുള്ള ഒരു പുറകിൽ നിന്നൊരു നമ്മുടെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ എന്നൊക്കെ രക്ഷപ്പെട്ടു പോരാം. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കത് ശക്തമായിട്ട് ഏതെങ്കിലും ഒരു വകുപ്പ് വരണം. ഇതൊരു മോട്ടോർ വാഹന വകുപ്പായാലും ശരി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ശരി, ടാറ്റ കമ്പനിയുടെ രക്തം ടാറ്റ വന്നാലും ശരി, നിങ്ങൾക്കതിരെ കാരണം അത്ര രോഷമുണ്ട് എനിക്ക്. ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മനസ്സിൽ നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത ഒരിക്കലും ശരിയായില്ല. ഈ വീഡിയോ അപ്പം അത്ര നടുറോഡിരുന്ന ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, നടുറോഡിരുന്നിട്ട്. കാരണം ഈ വീഡിയോ കണ്ട് പല ആൾക്കാരും നമ്മളെ അടുത്ത് പറയുവാണ്, ഒന്നുമില്ല ഒരു യൂട്യൂബർ അല്ലേ, മറ്റുള്ളവർക്ക് പ്രചോദനമാവേണ്ട ഒരാളല്ലേ, ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവേണ്ട ആളല്ലേ. ശരിയല്ല. ഓക്കെ, ബൈ.